ഞാൻ മസൂറിയിൽ ട്രെയിനിങ്ങിന് അതിൻ്റെ ഇടയിൽ ട്രെയിനിങ്ങിന് വിട്ടു. ഞാൻ കളക്ടറായിരിക്കെ തന്നെ ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ് എന്തോ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻ സർവീസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് കോഴിക്കോട് നിന്ന് ഒരു പത്ര കട്ടിങ് എനിക്ക് അയച്ചു തന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള പത്ര കട്ടിങ്. അതായത് മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ കലക്ടറില്ല, മുഖ്യമന്ത്രി ക്ഷോഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ഞാൻ കുമ്പിടിയാണോ? മസൂറിയിൽ എന്നെ ട്രെയിനിങ്ങിന് അയക്കുന്ന ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇതേ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ ക്ഷോഭിച്ചു. ഞാനത് വാർത്ത ശരിയാവാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇഗ്നോർ ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിന് ഇതൊന്നും ഓർമ്മ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ. മാത്രമല്ല ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രം നെഗറ്റീവായി പറയാൻ ആളുകൾ അത് കാണുമായിരിക്കും. ഞാനിത് ഒരിക്കലേ അങ്ങയുടെ ഈ പ്രശ്നം ഊർജിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മുതിർന്ന IAS ഓഫീസറുമായിട്ട്, ഉത്തരവാദിത്തമുള്ളൊരു IAS ഓഫീസറുമായിട്ട് ഞാൻ സംസാരിക്കേണ്ട യാദൃച്ഛികമായി. ഞാൻ ഈ കാര്യം ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ ആളാണ്. രമേശ് ചെന്നിത്തല അന്ന് വളരെ വലിയ ആക്രമണം നടത്തുന്ന സമയമാണ്. പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി ആരെങ്കിലും അങ്ങനെ കുത്തി കയറ്റിയോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. കാരണം ഞാൻ മറ്റേ ഹോമിൽ വർക്ക് ചെയ്തത് മാത്രമല്ലല്ലോ എൻ്റെ വർക്ക്. നമ്മുടെ 19 വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആരുടെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഓരോയിടത്തും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിൽ പിണങ്ങിയവർ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് ഈ ഗ്യാപ്പിന് ശേഷം തിരിച്ചതിലേക്ക് ചുമതല ഏൽക്കുന്ന സർക്കാർ ഈ ഒരു കൊല്ലത്തെ അവധിക്ക് ശേഷം ഞാൻ അതിനുശേഷം ഞാൻ സെൻട്രലാണ് ശരിക്കും പോകുന്നത്. ടൂറിസം മിനിസ്റ്ററുടെ PS ആയിട്ട് സെൻട്രലിലേക്ക് പോകും. അങ്ങോട്ട് പോയി. ശരി. ഇദ്ദേഹം KJ അൽഫോൺസ് അദ്ദേഹം. അപ്പോൾ അത് പക്ഷെ ഞാൻ ഒരു 1 ഇയറിനുള്ളിൽ തിരിച്ച് വരികയാണ് ചെയ്തത്. ഒന്ന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊല്യൂഷൻ ഇഷ്യൂ കാരണം മോനന്ന് 5 വയസ്സ് ആയിട്ടില്ല. അപ്പോൾ അവന് വീസിങ്ങും പ്രശ്നങ്ങളും. ഞാൻ പ്രയോറിറ്റി നമുക്ക് ഇങ്ങനെ ഭയങ്കര പവർ മോങ്കറിങ് ഒന്നും ഇല്ല. അപ്പോൾ MNREയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പക്ഷെ അത് വേണ്ട, തിരിച്ച് വരാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നു. CMൻ്റെ വകുപ്പ് തന്നെയായ ഇൻലാൻഡ് നാവിഗേഷനിലാണ്. അങ്ങനെയാണ് ഇന്ത്യൻ നാവിഗേഷൻ വരുന്നത്. അതെ. എനിക്ക് കൊച്ചിയിൽ നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം ഫാമിലി അന്ന് കൊച്ചി തന്നെയാണ്. അപ്പോൾ കൊച്ചി തന്നെയുള്ള ഇൻലാൻഡ് നാവിഗേഷനിൽ CM അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ സമയം വരെയും അങ്ങനെ വലിയൊരു മനസ്സിൽ വിരോധമോ ദേഷ്യമോ ആ പീരീഡ് വരെ ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ.